ഹായ്, നമസ്കാരമുണ്ട്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത സിനിമാ താരം ടി ജി രവി സാറാണ്. ടി ജി രവി സാറിൻ്റെ ഒരു സൂപ്പർ പ്രസംഗം നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. ഓക്കെ, ഇതെല്ലാവർക്കും ഉപകാരമായിരിക്കുന്ന പ്രസംഗമാണ്. ആ പ്രസംഗം കേൾപ്പിച്ചു തരാം. ഓക്കെ, നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത സിനിമാ താരം ടി ജി രവി സാറാണ്. ഉണ്ട് ഇപ്പോൾ. ഓക്കെ ഓക്കെ ഒരു ദിവസം കുഴപ്പമില്ല ഒരു വീട് ഉണ്ടോ അറിയില്ല. ഇതൊക്കെ എനിക്കറിയാം. വരാമല്ല കുമാരിയൊക്കെ അറിയാം. അതിനാണ് നമുക്ക് എളുപ്പമല്ല എല്ലാവരും എനിക്ക് മമ്മയെ തോന്നി പരിചയമാണ്. മമ്മയെ തോന്നിയ പോലെ ഇന്ന് പ്രസിഡന്റ് അധ്യക്ഷൻ പറഞ്ഞ വഴി ഏത് വഴിയിലേക്കാണ് പോകേണ്ടത് എന്ന് കുട്ടികളുടെ പക്ഷേ നേരത്തേക്ക് തീരുമാനിച്ചതാണ്. ആ വഴിയിലേക്ക് തിരിയുന്നൊരു സന്ദർഭത്തിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഞാൻ പറയാൻ കാര്യം, ഇന്ന് ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, എഞ്ചിനീയേഴ്സിൻ്റെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ കൗശിക് എന്ന് പറയുന്ന ഒരു വിദ്വാൻ എഞ്ചിനീയറാണ്. അയാളുടെ അനുഭവം എഴുതിയിട്ടുണ്ട്. അബദ്ധവശാൽ ഇന്ന് തന്നെ അത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അയാളുടെ അനുഭവം എഴുതിയത് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കണം, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ പങ്കുവയ്ക്കണം എനിക്ക് തോന്നിയാണ്. കൗശിക്ക് IIT എഞ്ചിനീയറിംഗ് കഴിഞ്ഞ മെഡിക്കലായുള്ള വിദ്യാർത്ഥിയാണ്. കുടുംബം വളരെ പാവപ്പെട്ട കുടുംബമാണ്. 8,000 രൂപയ്ക്ക് അച്ഛൻ ജോലി ചെയ്യുന്നു. അമ്മ ചെറിയ കുട്ടിക്ക് ട്യൂഷൻ എടുത്ത് 2,000 രൂപ കിട്ടും. 10,000 രൂപ കൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം ഇവിടെ നടത്തണം. 10,000 രൂപ ഇയാളുടെ വിദ്യാഭ്യാസം ഇവിടെ നടത്തണം, വീട്ടു ചെലവുകളും കാര്യങ്ങൾ നടത്തണം. ഒക്കെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഇയാൾ IIT പാസ്സാകുന്നത്. അതും വളരെ ഉയർന്ന മാർക്കോടുകൂടെ. അത് കഴിഞ്ഞിട്ട് മെക്സിക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് സ്ഥലത്ത് ആപ്ലിക്കേഷൻ അയച്ചു കൊടുത്തപ്പോൾ അവിടെ ഒരു ജോലി ഇയാൾക്ക് ഓഫർ ചെയ്തു. അയാൾ ഞെട്ടിപ്പോയി. ആ റെമ്യൂണറേഷൻ അത് കൊടുക്കാമെന്ന് പറഞ്ഞുള്ള ഓഫർ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരു കൊല്ലത്തേക്ക് 2 കോടി രൂപയാണ് കൊടുക്കാൻ. അങ്ങനെ പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ അച്ഛന് പെട്ടെന്ന് ഒരസുഖം വരികയും പോകാൻ ആ സമയത്ത് ഉദ്ദേശിച്ച സമയത്ത് പോകാൻ ബുദ്ധിമുട്ട് വരികയും ചെയ്തപ്പോൾ അയാൾ അച്ഛന് വേണ്ടിയിട്ട് പിന്നീടാകാമെന്ന് വിചാരിച്ച് നീട്ടിവെച്ചത്.
അച്ഛൻ്റെ അസുഖം മാറി ആ പോകേണ്ട ഡേറ്റിന് തൊട്ട് മുമ്പായിട്ട് വീണ്ടും അമ്മയ്ക്ക് ക്യാൻസർ എന്നറിഞ്ഞത്. അവസാനം പോകേണ്ട സമയം തെറ്റിയപ്പോൾ അയാൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. വൈകിട്ട് പോകേണ്ട ദിവസം വന്നപ്പോൾ അയാൾ മലർന്നിരുന്ന് മേലിട്ട് നോക്കിയപ്പോൾ പറന്നു പോകുന്ന ഫ്ലൈറ്റുകളുണ്ടായിരുന്നു. അതിൽ പോകേണ്ടവനായിരുന്നില്ലേ ഞാനെന്ന് ആലോചിച്ചു. പക്ഷെ പോയില്ല. ഉടനെ തന്നെ അയാൾ ഈ ഓഫീസേഴ്സിന് ഓഫർ ചെയ്ത കമ്പനിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ അപകടം വന്നുകൊണ്ടാണ് നമ്മൾ എൻ്റെ സമയം മാറ്റിത്തരാൻ പറഞ്ഞത്. സമയം മാറ്റി കൊടുത്തില്ല. അത് പറയുന്ന ആ 2 കോടി അയാൾക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ ഓഫർ, ആ ലെറ്റർ ഇന്നും അയാൾ സൂക്ഷിക്കുകയാണ്. അയാളുടെ മെസ്സേജ്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നു. അതിൻ്റെ ഇടയ്ക്ക് ബാംഗ്ലൂർ പോകാൻ വേണ്ടിയാണ് വെച്ചു. 35 ലക്ഷം രൂപ കൊല്ലത്തിൽ അവരെ ഓഫർ ചെയ്തു. അങ്ങനെ പോകാൻ നിൽക്കുമ്പോഴാണ് അമ്മയ്ക്ക് വീണ്ടും ഈ തുടർച്ചയായിട്ട് വീണ്ടും വരികയുണ്ടാവുന്നത്. പോയില്ല. അവസാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് 2 കോടി രൂപയുടെ ഒരു പണിയാണ് വേണ്ടെന്ന് വെച്ചാൽ. ഇപ്പോൾ അതിനുശേഷം ചെയ്യുന്ന പണിയെന്നറിയോ? ഒരു ചെറിയ പലചരക്ക് കട വാങ്ങി. അതും ഇയാൾ മിടുക്കനായിട്ട് പാസ്സായ കുട്ടിയാണെന്ന് അറിഞ്ഞിട്ടും ഇത്രയും വലിയ ഓഫർ കിട്ടിയിട്ട് അച്ഛനും അമ്മയ്ക്കും വേണ്ടി ആ ഓഫർ വേണ്ടാന്ന് വെച്ച കുട്ടിയെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു അയൽക്കാരൻ കുറച്ച് സഹായത്തോടു കൂടി ഒരു ചെറിയ പലചരക്ക് കട തുടങ്ങിയതാണ്. മാത്രമല്ല ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് വൈകുന്നേരങ്ങളിൽ അയാൾ പുറത്തുള്ള ഏതോ കമ്പനികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരക്കെല്ലാം ജീവിച്ചു പോവുകയാണ്. പക്ഷെ ഇന്നും അയാൾ പറയുന്ന കാലത്ത് എൻ്റെ അച്ഛന് ഒരു ചായ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് 2 കോടി രൂപയേക്കാൾ എത്രയോ വലുതാണ് എന്ന് ഞാൻ ഇന്ന് ആലോചിക്കുന്നുണ്ടാവില്ല. ഒരു അച്ഛനെക്കുറിച്ച്, ഒരു അമ്മയെക്കുറിച്ച്, ഒരു മകനുള്ള മോഹം, അച്ഛനുള്ള കടപ്പാട്, കുടുംബത്തോടുള്ള കടപ്പാട്, ഇതിനേക്കാൾ വലുതായിട്ട് നമുക്ക് എന്തും കാണണം എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയ മോഹം അച്ഛനും അമ്മയ്ക്കും കാലത്തൊരു ചായ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് കഴിയുന്നു എന്നുള്ളത് ഞാൻ കിട്ടുമായിരുന്ന 2 കോടിയേക്കാൾ കൂടുതൽ വിലമതിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ വായിച്ചതാണ്. അത് നിങ്ങളുടെ മുമ്പിൽ പറയേണ്ടി വന്നത് ഇന്നത്തെ നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾ പലയിടത്തും കാണുന്നത് കൊണ്ട് തന്നെയാണ്. ഇനി അതിനൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു ചെറിയ കൊച്ചു കഥയോടുണ്ട്. കഥയല്ല, ഒരു സംഭവം എന്ന് പറയുന്നുണ്ടായാലും അത് പാരൻസിന് വേണ്ടിയാണ്. അതായത് ഒരു പെൺകുട്ടി 15 വയസ്സ് 16 വയസ്സായ കുട്ടി, പെൺകുട്ടിയാണ്, ടൂറിന് പോകണമെന്ന് മോഹം വന്നു. അച്ഛനും അമ്മോടും ചോദിച്ചു, ടൂറിന് പോകണം. പോയ സ്ഥലത്തിൻ്റെ പേര് അത് നമ്മൾ പോയതല്ലേ ചോദിച്ചു. അല്ല, എനിക്ക് ഒറ്റയ്ക്ക് പോകാനാണ്. അപ്പം അമ്മ പറഞ്ഞു പറ്റില്ല. 15 വയസ്സായ കുട്ടികൾ പെൺകുട്ടികളൊന്നും ഒറ്റയ്ക്ക് പോകണം, ശരിയാവില്ല. അങ്ങനെ വാശിയായി, കരച്ചിലായി, ബഹളായി. ഏറ്റവും അവസാനം അമ്മയും അച്ഛനും കൂടി ആലോചിച്ച് അച്ഛൻ അവർ തീരുമാനമെടുത്തു, പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പൊക്കാൻ. അങ്ങനെ പെട്ടി കിടക്കൊക്കെ റെഡിയാക്കി വെച്ചു കൊടുത്ത് അമ്മ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൻ്റെ പുറകെ എൻ്റെ കയ്യിൽ ഒരു കവർ ഞാൻ തരാൻ നിൽക്കാം. ആ കവറിൻ്റെ അകത്ത് ഞാനൊരു കത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മോൾക്ക് ഈ യാത്രയിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു പരിഭ്രമം തോന്നി, വിഷമം തോന്നി, സങ്കടം തോന്നി, പേടി തോന്നിയാൽ അപ്പം മാത്രം നീ കവറെടുത്ത് പൊട്ടിച്ച് വായിക്കുക. അല്ലെങ്കിൽ ആ കവർ തിരിച്ച് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുത്തരാമോ. അത് മോൾ സമ്മതിച്ചു. അങ്ങനെ ഈ കുട്ടി യാത്ര പുറപ്പെട്ടു. മലയാളിയാണ്. പുറപ്പെട്ട് കോയമ്പത്തൂരൊക്കെ ചെന്ന സമയത്ത് തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ കുറച്ച് മലയാളികൾ ഇറങ്ങിപ്പോയി. കുറച്ച് ആൾക്കാർ കിടന്ന് പോകും തോറും അവസാനം വന്നപ്പോൾ എന്ന് വെച്ചാൽ മലയാളികൾ ആരെയും കാണാനില്ല. തുടക്കം വന്നപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയല്ലേ, ചെറിയ കുട്ടിയാണ്, സംസാരിക്കാനും ചോദിക്കാനും പറയാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. രസമായിട്ട് ഇങ്ങനെ പോയി ഈ സ്റ്റേറ്റുകൾ മാറി ചെന്നപ്പോൾ മലയാളികളുടെ ആരുമില്ല എന്ന് മാത്രമല്ല
ഒരൊറ്റ പെൺകുട്ടി ഈ പ്രായത്തിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് കണ്ടിട്ടാണോ എന്താ അറിയില്ല, എല്ലാവരും ഈ കുട്ടിയെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മിണ്ടാൻ ആരുമില്ല. മാത്രമല്ല ചില ആണുങ്ങൾ ഇങ്ങനെ ഇവിടെ നോക്കുന്നുണ്ടോന്നൊരു സംശയം ഇവർക്ക് തോന്നി. അങ്ങനെ ആകെ പരിഭ്രമായി, പേടിയായി. ഇനി എന്ത് ചെയ്യണമെന്നുള്ള ആലോചിച്ചപ്പോഴാണ് അമ്മ കൊടുത്ത കത്തിനെ കുറിച്ച് ഓർമ്മ വന്നത്. അങ്ങനെ ആ കവറ് പൊട്ടിച്ച് വായിച്ചപ്പോൾ അമ്മ എഴുതിയിരിക്കുന്നത്, മോളെ നിനക്ക് നല്ല പേടിയുണ്ട്, പരിഭ്രമമുണ്ട് എന്നപ്പോൾ മനസ്സിലായി, അല്ലെങ്കിൽ നീ ഇത് പൊട്ടിച്ച് വായിക്കില്ലല്ലോ. എൻ്റെ പൊന്നുമോള് പേടിക്കണ്ട കേട്ടോ, നിൻ്റെ അച്ഛൻ പുറകിലത്തെ കമ്പാർട്ട്മെൻറ്റിലുണ്ട് എന്നാണ്. അച്ഛൻ പുറകിലത്തെ കമ്പാർട്ട്മെൻറ്റിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കൊടുക്കേണ്ട കുട്ടികൾക്ക് നമ്മളെക്കാൾ കൂടുതൽ അറിവുകളുണ്ട്. ഇന്ന് പ്രസിഡന്റ് അധ്യക്ഷൻ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ ഈ ഡ്രഗ്സിനെ കുറിച്ചൊക്കെ. അതുകൊണ്ട് ഇവരെ പിടിച്ചു നിർത്തിയാലൊന്നും നിൽക്കാൻ പോകുന്നില്ല. കുട്ടികൾ നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ള ആൾക്കാരാണ്. കുട്ടികൾക്കറിയാം അവർക്ക് എന്താ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം അവർക്ക്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുകയും അതിനൊപ്പം തന്നെ അകലെ നിന്ന് ഇവരെ വാച്ച് ചെയ്യാനും കൂടെ ശ്രമിക്കുന്നു. അല്ലാണ്ട് പൂവല്ല, പഠിക്കണ്ട, ചടികൾ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വടിയെടുത്തുള്ള പരിപാടി നടക്കില്ല എന്ന് പാരൻസ് ഇപ്പോൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ബുദ്ധിപൂർവം ഈ കുട്ടികളെ അവരുടെ ആവശ്യങ്ങളെ നടത്തി കൊടുക്കുകയും ഒപ്പം തന്നെ അവരെക്കുറിച്ച് ഒരു കണ്ണ് നമ്മുടെ കയ്യിലുണ്ടാവുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ കുട്ടി ഒരിക്കലും അറിഞ്ഞിട്ടില്ലല്ലോ ഈ പിന്നെ കമ്പാർട്ട്മെൻറ്റിൽ അച്ഛൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ലല്ലോ. ഭയമായപ്പോൾ അച്ഛൻ ഉണ്ടെന്ന് ബോധ്യമായി അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സപ്പോർട്ട് എപ്പോഴും കുട്ടികൾക്ക് വേണം. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ചെറിയ തെറ്റുകളിലേക്ക് എവിടെയും കുട്ടികൾ പോകുന്നതോടെ കണ്ണും നമുക്ക് വേണം. അതുകൊണ്ട് ഈ കുട്ടികളോടും പാരൻസിനോടും ഈ 2 ഇൻസിഡൻറ്റ് പറഞ്ഞുകൊണ്ട് ഒരു സന്തോഷത്തോടും കൂടെ ഈ 50ാം വാർഷിക പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.